തവസ്സുലാക്കിയിട്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹ് പുറത്തു കൊടുത്തതെന്നാണ് മങ്കൂസ് മൗലൂദിൽ പറയുന്നത്. ഇത് മങ്കൂസ് മൗലൂദ് പരിഭാഷയാണ്, ഇതും മങ്കൂസ് മൗലൂദ് പരിഭാഷയാണ്. ഇത് മുജാഹിദുള്ളതല്ല. പിന്നെ മുസ്ലിയാക്കന്മാരെഴുതിയത് KVM പന്താവൂരിൻ്റെതാണ് ഒന്ന്. മറ്റൊന്ന് മുക്കം മുഹമ്മദ് ബാക്കവി അഷ്റഫി ബുക്ക് സെന്റർ തിരൂരങ്ങാടി പ്രിന്റേഴ്സ് ഇറക്കിയതാണ്. ഇത് രണ്ടും മുജാഹിദുള്ളതല്ല. ഇതിൽ പറയുന്നുണ്ട് അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം. അറിയണം, ആദം അലൈഹിസ്സലാം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിക്കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? അള്ളാഹു പുറത്തു കൊടുത്തത്. വിശുദ്ധ ഖുർആൻ പറയുന്നു ഫതലഖാ ആദമു മിൻ റബ്ബി മിൻ കലിമാത്തി. അള്ളാഹു ചില പദങ്ങൾ ആദമിന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആദം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഖുർആൻ പറഞ്ഞു, മൂസാ അതാണ് തെളിവ്. എന്നാൽ മങ്കൂസ് മൗലൂദിൽ പറയുന്നു അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം. ആദം പോലും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിയത് കൊണ്ടാണ് പുറത്തു കിട്ടിയത് എന്ന് മങ്കൂസ് മൗലൂദിൽ പറയുന്നു. എന്നാൽ ഫാത്തിമ മൗലൂദിൽ പറയുന്നത് വേറെ. എന്താ? فرفع آدم رأسه إلى القبة فوجد 5 أسماء مكتوبة من نور أنا المحمود وهذا محمد وأنا الأعلى وهذا علي وأنا الفاطر وهذه فاطمة وأنا المحسن وهذا الحسن ومني الإحسان وهذا الحسين. فقال جبريل احفظ هذه الأسماء فإنك تحتاج إليها. فلما هبط آدم دعا بهذه الأسماء وقال ربي بحق محمد وعلي وفاطمة والحسن والحسين يا محمود يا أعلى يا فاطر يا محسن اغفر لي وتقبل توبتي. فأوحى الله إليه يا آدم لو سألتني في جميع ذريتك لغفرت لهم. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തല പൊക്കി നോക്കിയപ്പോ എന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്? അനൽ മഹ്മൂദ് വഹാദാ മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. വഅനൽ അഅ്ലാ വഹാദാ അലി, ഞാൻ അലിയാണ്. വഅനൽ ഫാത്തിർ ഹാദിഹി ഫാത്തിമ, ഞാൻ ഫാത്തിമയാണ്. അനൽ മുഹ്സിൻ വഹാദൽ ഹുസൈൻ വമിന്നിൽ ഇഹ്സാൻ വഹാദൽ ഹുസൈൻ. അപ്പൊ അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബിയോട് പറഞ്ഞു ഇഹ്ഫദ് ഹാദിഹിൽ അസ്മാ. ഈ ഇതൊക്കെ കാണാപ്പാടം പഠിച്ചിട്ട് പഠിച്ചവനോട് ചോദിച്ചു. അപ്പൊ അത് കാണാപ്പാടം പഠിച്ചു. വഖാല, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാ റബ്ബി, എന്റെ റബ്ബേ, ബിഹഖി മുഹമ്മദിൻ വഅലി വഫാത്തിമ വഹസൻ വൽ ഹുസൈൻ. മുഹമ്മദിന്റെയും അലിയുടെയും ഫാത്തിമയുടെയും ഹസൈന്റെയും ഹുസൈന്റെയും ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പുറത്തു കൊടുത്തു. മങ്കൂസ് മൗലൂദി പറഞ്ഞ എന്താ? അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം. ആദം നബി പോലും ഈ നബീനെ കൊണ്ട് തവസ്സുലാക്കി. പിന്നെ ഫാത്തിമ മൗലൂദി പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ, മക്കള്, ഇവർ 5 പേരെയും തവസ്സുലാക്കി. ഇതിലേതപ്പം ശരി? ഏതെങ്കിലും ഒരു ശരി പറഞ്ഞാൽ അതിനെപ്പറ്റി നമുക്കൊരു പഠനം നടത്തായിരുന്നു. ഇത് രണ്ടും നുണയാണ്. ഇത് രണ്ടും നുണയാണ്. മാത്രമല്ല ഫാത്തിമ മൗലൂദിൽ പിന്നെ ഒരു ഫലിതം പറയുന്നുണ്ട്. لما دخل النبي صلى الله عليه وسلم الجنة ليلة المعراج ورأى قصر خديجة أخذ جبريل تفاحة من شجر القصر وقال يا محمد كل هذه تفاحة فإن الله تعالى يخلق منها بنتا تحمل بها خديجة. فقال لما حملت خديجة بفاطمة وجدت رائحة الجنة 19 فلما وضعتها انطلقت الرائحة എന്ന് പറയുന്നത് ഒരു ഭാരതത്തിൽ ഒരു ഹിക്കായത്ത് പറയുന്നുണ്ട്. ഫാത്തിമ മൗലൂദിൽ പറയുന്നുണ്ട് എന്താ? മിഅ്റാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ അവിടെ ഒരു മരം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ പറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് തിന്നോ, ഇത് തിന്നിട്ട് നീ ഖദീജയുടെ അടുത്ത് ചെന്ന് ഇനി ഉണ്ടാകുന്ന ബന്ധത്തിൽ അള്ളാഹു ഫാത്തിമാനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ആപ്പിള് തിന്നിട്ട് വന്ന് ബന്ധപ്പെട്ടിട്ടുണ്ടായതാണ് ഫാത്തിമ. സ്വർഗത്തിൽ നിന്ന് നേർക്ക് നേരെ ഇറക്കുമതി ചെയ്തതാണ് ഫാത്തിമ എന്നാണ് പറയുന്നത്. അതിന്റെ ആ ഹിക്കായത്തിന്റെ ഏറ്റവും അടിയിൽ വന്നിട്ട് പറയുന്നെന്താ? വഉലിദത്ത് ഫാത്തിമത്തു ഖബല നുബുവത്തി, നുബുവത്തിന് മുമ്പ് ഫാത്തിമ ജനിച്ചിട്ടുണ്ട് എന്ന്. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവുക? അപ്പൊ മൗലവിമാരെന്താ പറയാ? നബിക്ക് എത്ര മിഅ്റാജുണ്ടായെന്ന് നിങ്ങളുടെ വിചാരം? ഒരു മിഅ്റാജുള്ളൂ എന്നാ മുജാഹിദീങ്ങൾ വിചാരിച്ചത്? നബി ഡെയിലി മിഅ്റാജ് പോയല്ലായിരുന്നോ? അതിന് തെളിവ് കൊണ്ടുവരും. ഇങ്ങനെ നുണബോംബുകൾ കൊണ്ട് നിറക്കപ്പെട്ടതാണ് നിലവിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള മൗലിദ് കിതാബുകൾ.